നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കേരളത്തിലൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ബക്കറ്റ് പിരിവ് നടത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. VD സതീശനും K മുരളീധരനും ഒക്കെ പറഞ്ഞതുപോലെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ K സുധാകരൻ അത് സമ്മതിക്കുന്നില്ല കേട്ടോ. നാരങ്ങ വെള്ളം ഞാൻ സ്ഥിരം കുടിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനെ നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾക്ക് അറുതിയില്ല എന്നിരിക്കുമ്പോഴും പണമെന്നത് ഒരു ഫാക്ടറായി അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കോൺഗ്രസും കോൺഗ്രസിൻ്റെ അണികളും നേതാക്കളുമൊക്കെ പ്രവർത്തനങ്ങളിൽ തന്നെയാണ്, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. പണമില്ല എന്ന് പറയുമ്പോഴും മധ്യപ്രദേശിലെ ഏക കോൺഗ്രസിൻ്റെ MPയും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നകുൽനാഥിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ 697 കോടി രൂപയുടെ സ്വത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിനോടനുബന്ധിച്ചുള്ള സത്യവാങ്മൂലത്തിലാണ് ഈ നകുൽ തൻ്റെ സ്വത്ത് വിവരമൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യയായിട്ടുള്ള പ്രിയാനാഥിനും നകുലിനും കൂടി ഏകദേശം 716 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നകുലിൻ്റെ വാർഷിക വരുമാനത്തിൽ 185% വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ നകുൽനാഥിൻ്റെ സ്വത്തിൽ 40% വർധനവും ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായിട്ട് കാറില്ല എന്നും യാത്രയ്ക്കായിട്ട് പതിവായി വിമാനമാണ് ഉപയോഗിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുമുണ്ട്. 1.89 കിലോഗ്രാം സ്വർണമുണ്ട്. ഭാര്യയ്ക്ക് 850.6 ഗ്രാം സ്വർണവും ഉണ്ട്. ഇവിടെ മധ്യപ്രദേശിൽ ആകെയുള്ള 29 ലോക്സഭാ സീറ്റിൽ 28ലും BJPയുടെ ആധിപത്യമാണുള്ളത്. ചിന്ദ്വാര മാത്രമാണ് ഇതിൽ കോൺഗ്രസിന് നേടാനായിട്ടുള്ളത്. അവിടെയാണ് നകുൽനാഥ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ രേഖയിലാണ് നകുൽനാഥ് തൻ്റെ ആസ്തി എന്ന് പറയപ്പെടുന്ന 649.51 കോടി രൂപ വിലമതിക്കുന്ന പണവും ഓഹരികളും ബോണ്ടുകളും ഉൾപ്പെടെയുള്ള ജംഗമ സ്വത്തും 48.07 കോടി രൂപ സ്ഥാവര സ്വത്തുക്കളും ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. 2019 475 ലോക്സഭാ കോടീശ്വരന്മാരുടെ പട്ടികയിൽ അന്നൊന്നാമനായിരുന്നു ഈ നകുൽനാഥ് എന്ന് പറയപ്പെടുന്ന കമൽനാഥിൻ്റെ മകൻ. ഏപ്രിൽ 19 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 113 സ്ഥാനാർത്ഥികളാണ് ഈ പത്രിക സമർപ്പണം നടത്തിയിരിക്കുന്നത്. ചിന്ദ്വാരയിൽ നിന്ന് മാത്രമാണ് ഇത്തവണയും നകുൽനാഥ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല 1952 മുതൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഈ ചിന്ദ്വാര എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഒരു തവണ മാത്രമാണ് കോൺഗ്രസിന് BJPയോട് അടിപതറിപ്പോയത് എന്നുള്ളതാണ്. കമൽനാഥ് ഏകദേശം 9 തവണയാണ് ഈ ചിന്ദ്വാര മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയിട്ടുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മറ്റുമല്ല, ഈ 700 കോടിയിലധികം രൂപ സമ്പത്തായിട്ടുള്ള സ്വത്തായിട്ടുള്ള നകുൽനാഥിനെപ്പോലൊരു മകനെ MP സ്ഥാനാർത്ഥിയായി വീണ്ടും നിർത്തുന്ന നമ്മുടെ കമൽനാഥ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സുകാരനെ എങ്ങനെയാണ് ജനം നോക്കിക്കാണുക, എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് കോൺഗ്രസ് വാദോരാതെ പറയുമ്പോഴും സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക സ്രോതസ്സടക്കം കണ്ടുപിടിക്കേണ്ടതല്ലേ? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് കോൺഗ്രസ് കരയുമ്പോഴും അവരുടെ നേതാക്കളുടെ മക്കൾക്ക് 750 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ഇങ്ങനെ മധ്യപ്രദേശിൽ മാത്രമല്ല ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഭരിച്ചു മുടിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിൻ്റെ എത്രയോ തവണ ഈ കഴിഞ്ഞ 10 തവണയായി പ്രതിപക്ഷത്തിരുന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ ആശ്രയിക്കാത്തത്? കോൺഗ്രസിന് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ജയം നൽകാത്തത്? വിജയിപ്പിച്ച് എന്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതായി പോയത്? ഇത് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ. ഇങ്ങ് കേരളത്തിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇല്ലാത്തവർ തന്നെയാണ് കോൺഗ്രസ്സുകാരെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ സൂചനകൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസവും നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമനും പറഞ്ഞല്ലോ, അവരോട് BJP മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതൊരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെക്കുന്ന വാദമെന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ് എന്നുള്ളതാണ്. 4 ബാങ്കുകളിലുള്ള 11ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1500 കോടിയിലധികം രൂപ എടുക്കാൻ കഴിയാത്ത പണമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിപ്പോയത് എന്ന് അവർ വാദോരാതെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ചിലപ്പോൾ പാപ്പരായേക്കാം, പക്ഷെ നിങ്ങളുടെ നേതാക്കളുണ്ടല്ലോ
അവരെല്ലാം ശതകോടീശ്വരന്മാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ കോടീശ്വരന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഒന്ന് വിചാരിച്ചാൽ മതി. ആ പാർട്ടിക്ക് പണമുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാർഗം ഈ കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പാർട്ടിയെ ബലപ്പെടുത്തുക മാത്രം ചെയ്താൽ മതി. ഇന്ന് പാർട്ടി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നാളെ അണികളില്ലാത്തൊരു പ്രസ്ഥാനമായി ഈ പാർട്ടി മാറാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ഈ നേതാക്കളടക്കം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ചാരമായി തീരുകയും ഒപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേദനയോടുകൂടിയാണെങ്കിലും ആ സത്യം പറയാതിരിക്കാൻ കഴിയില്ല.